ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ബേബി പ്രോഡക്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടും, അമ്മമാർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഇഷ്ടത്തിനുപരി അമ്മമാർക്ക് ഒത്തിരി സഹായമായിരിക്കും ഇത് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മൾ 6 മാസം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങും. അപ്പോൾ കുറുക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ സാധനം. ഇത് സിലിക്കൺ സ്ക്യൂസറാണ് ഫുഡ് കൊടുക്കാനായിട്ടുള്ള. സെമി ഫ്ലൂയിഡ് ഫുഡെല്ലാം ഇതിൽ കൊടുക്കാൻ പറ്റും. നോക്കി ഒരു ലീക്ക് പ്രൂഫായിട്ടുള്ളൊരു അടപ്പുണ്ട് ഇതിന്. നമുക്കിങ്ങനെ ആക്കി തുറക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത് തുറക്കാം, ഇതെല്ലാം ഓരോരോ പീസായിട്ട് തുറക്കാൻ പറ്റും. ഇതെങ്ങനെ തുറക്കാം, ഇത്രയും പീസായിട്ടാണ് ഇത് എടുക്കുന്നത്, കണ്ടല്ലേ. ഇതിൽ മെഷറിങ് സ്കെയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാദ്യം ഫിറ്റ് ചെയ്യണം. ഇതാദ്യം ഫിറ്റ് ചെയ്തിട്ട് ഫുഡ് സ്പൂൺ കൊണ്ട് പോയി കുറുക്ക നിറച്ചതിന് ശേഷം ഇതും കൂടിയിട്ടാണ് അടയ്ക്കുക. ഓക്കെ, അപ്പം കുഞ്ഞിന് വേണ്ടുന്ന അളവിൽ മാത്രം ഒന്ന് സ്ക്യൂസ് ചെയ്ത് നീക്കി കൊടുക്കുമ്പോഴത്തേക്കും ഫുഡ് വരും. വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് കൊണ്ടുവരുന്നതൊക്കെ ആഹാരം കൊടുക്കുമ്പോഴും ഇത് യൂസ് ചെയ്യാം. പ്രധാനമായിട്ടും ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞിന് ആഹാരം കൊണ്ടുപോകുമ്പോൾ ടിന്നിലൊക്കെ കൊണ്ടുപോയി സ്പൂണിൽ വെച്ച് കൊരി കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഫംഗ്ഷന് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് കൊടുക്കുന്ന ഒരു സൗകര്യത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടൊരു സാധനമാണ് ആ സമയത്തും. പിന്നെ വീട്ടിൽ നമുക്ക് എടുത്തുകൊണ്ട് നടന്നൊക്കെ ഒന്ന് കാണിച്ചില്ലേ ആഹാരം കൊടുക്കാൻ പറ്റും. ആ സമയത്ത് ഒരു കയ്യിൽ കുഞ്ഞ്, ഒരു കയ്യിൽ പാത്രം, സ്പൂൺ എല്ലാം കൂടെ പിടിക്കുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത് പ്രയാസമായിട്ട് തോന്നുന്നവർക്ക് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് തിളപ്പിച്ച് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ചില ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇത് ഞാൻ ബേബി ഹാഗിൻ്റെ പ്രോഡക്റ്റാണ് എടുത്തേക്കുന്നത്. ഒത്തിരി കമ്പനിയുടേതുണ്ട്. ഫസ്റ്റ് ക്രൈഡ് ആപ്പിലും ആമസോണിൻ്റെ ആപ്പിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കെന്ന് വിചാരിച്ചു. വളരെ യൂസ്ഫുള്ളാണ്. പുതിയ അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്തത് കുഞ്ഞുങ്ങളുടെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിലിക്കൺ ടൂത്ത് ബ്രഷാണ്. ഫിംഗർ സിലിക്കൺ ടൂത്ത് ബ്രഷാണ്. ഒരു നല്ലൊരു സോക്കറ്റ് ഉണ്ട് ഇതിന്. നമ്മളിത് നമ്മുടെ കയ്യിലോട്ട് കയറ്റി വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ പല്ലിലോട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. ടൂത്ത് പേസ്റ്റിൻ്റെ ആവശ്യമില്ല. കുഞ്ഞു പിള്ളേർക്ക് പല്ല് വന്ന് തുടങ്ങി കുറച്ചാകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ചുറ്റും ഇതുപോലെ കുഞ്ഞു പ്രൊജക്ഷൻ ഇതുണ്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ പല്ലുരയ്ക്കുന്ന സമയം കൊണ്ട് ഇതും കുഞ്ഞുങ്ങളുടെ വായിലെ ബാക്കി ഭാഗങ്ങളിൽ തട്ടിയിട്ട് നാക്കിലെയും സൈഡിലൊക്കെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലൊക്കെ അത് പോകാൻ ഇത് സഹായിക്കും. നല്ല സോഫ്റ്റാണ്. ഇത് സിലിക്കണാണ്. അപ്പോൾ നമുക്കിതും തിളപ്പിച്ച് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ കയറ്റി വെക്കാവുന്നതുകൊണ്ട് നമ്മൾ സാധാ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരിടത്താൽ മതി. പിന്നെ ഓരോ യൂസ് കഴിയുമ്പോഴും നമ്മൾ പാലുപ്പിയൊക്കെ തിളപ്പിക്കുന്ന പോലെ തിളപ്പിച്ച് തന്നെ യൂസ് ചെയ്യുക. വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും ഇതിനകത്ത് തന്നെ ഇട്ടത് കൊണ്ടുപോകാൻ പറ്റും. പല കളറിൽ അവൈലബിൾ ആണ്. ഇതും ബേബി ഹാഗിൻ്റെ ഞാൻ എടുത്തേക്കുന്നത്. ഇതല്ലാതെ ഒത്തിരി കമ്പനിയുടേതുണ്ട്. ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും അവൈലബിൾ ആണ്. ഇതും വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ സാധാ ബ്രഷ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പമാണിത്. പേസ്റ്റ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം. നേരത്തെ കാണിച്ച 2 പ്രോഡക്റ്റ് പോലെയും അമ്മമാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് മെഡിസിൻ ഡ്രോപ്പർ. നമുക്ക് മരുന്ന് കൊടുക്കാം. നമുക്കറിയാം, തുള്ളിമരുന്നൊക്കെ കൊടുക്കേണ്ട സമയം വാക്സിൻ എടുക്കുമ്പോഴും പിന്നെ അത് വൈറ്റമിൻ D3 ഡ്രോപ്സൊക്കെ നമ്മൾ കൊടുക്കണം. അതിനകത്ത് തന്നെ ഫില്ലർ കാണും. കുഞ്ഞു പ്രായത്തിൽ അത് കുഴപ്പമില്ല, അത് ഓക്കെയാണ്. പക്ഷെ നമുക്കത് റീയൂസ് ചെയ്യാൻ പാടായിരിക്കും അല്ലേ. ആ ഒരു പാക്കറ്റിനൂടെ ആ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നമുക്ക് അത് എല്ലാത്തിൻ്റെയും കൂടെ ഒരെണ്ണം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അപ്പം പനിയൊക്കെ വരുമ്പോൾ പനിക്ക് പ്രത്യേക ഒരു ഫില്ലർ മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസ് വരുമ്പോൾ ഈ ഒരു ഫില്ലർ വാങ്ങിച്ചാൽ മതി. ഇത് പ്ലാസ്റ്റിക്കാണ്, BPA ഫ്രീ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ സിലിക്കണും അവൈലബിൾ ആണ്. സിലിക്കൺ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് തിളപ്പിച്ച് യൂസ് ചെയ്യാം. ഇത് പക്ഷേ തിളപ്പിക്കാൻ പറ്റത്തില്ല. ഇത് നന്നായിട്ട് ഇവരുടെ ക്ലെൻസറിലിട്ട് കഴുകി എടുത്ത് ഉണക്കി സൂക്ഷിക്കാം ഓരോ യൂസ് കഴിയുമ്പോഴും. അപ്പോൾ ഇതാകുമ്പോൾ നോക്കി നമുക്കിതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കഴുകാം, ക്ലീൻ ചെയ്യാം. 2.5 ml വരെ മെഡിസിൻ ഇതിനകത്ത് പറ്റും. എനിക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർക്കർ വെച്ച് മാർക്ക് ചെയ്തേക്കുക. കാരണം ഈ ഭാഗം എന്തായാലും ഡിപ്പ് ചെയ്യത്തില്ലല്ലോ, അറ്റം മാത്രമല്ലേ മരുന്നിൽ ഡിപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2ഉം 2.5ഉം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. റീയൂസബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് നഷ്ടമില്ല.
കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും മരുന്ന് കൊടുക്കാം. പിന്നെ ഈ പല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ മരുന്ന് കഴിക്കാനുള്ള മടി വെച്ചിട്ട് ഫില്ലറൊക്കെ കടിച്ച് പൊട്ടിക്കും. അപ്പോൾ നമ്മുടെ ഈ ടോണിക്കിൻ്റെ കൂടെ കിട്ടുന്ന ഫില്ലറിനൊക്കെ അത്രയും കട്ടിയേ കാണത്തുള്ളൂ. ഇവരത് കടിച്ച് പൊട്ടിക്കും. അപ്പോൾ അതൊരു അപകടം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വായിക്കകത്തോട്ടും അതൊക്കെ പോവും, അവരെ വായുവൊക്കെ മുറിയും. അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പം ഇതേപോലത്തെ ഒരു ഫില്ലർ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾ മരുന്നിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് വിടുമ്പോഴത്തേക്കും സാധാ ഫില്ലർ എടുക്കുന്ന പോലെ തന്നെ മരുന്ന് കയറിക്കോളാം. നമുക്ക് പോയിന്റ് നോക്കുകയും ചെയ്യാം. കറക്റ്റായിട്ട് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഈ ഹോൾ ഇത്തിരി വലുതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ എടുക്കുന്ന മരുന്നിൻ്റെ സെയിം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. മറ്റേ ഫില്ലറിലൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര സ്ക്യൂസ് ചെയ്താലും കുറച്ച് മരുന്ന് ഇതിനകത്ത് കാണും, പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ പകുതി മുക്കാൽ കൂടുതൽ മരുന്നും പുറത്തോട്ട് വരും. അങ്ങനെയുള്ളൊരു ഡിസൈനാണിത്, ഹോൾ വലുതായതുകൊണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലതാണ്, മെഡിസിനും വേസ്റ്റ് ആവത്തില്ല, കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാനും പറ്റും. ഓക്കെ, ഇത് കുഞ്ഞുമായിട്ട് മദർഹുഡ് എൻജോയ് ചെയ്യുന്ന അമ്മമാരുണ്ടെങ്കിലും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണേ. താങ്ക് യു.